ഹായ് ഗായ്സ്, ഇന്ന് നമ്മൾ സാൽമൺ ഫിഷിൻ്റെ മൈഗ്രേഷൻ കാണാൻ വേണ്ടി പോർട്ട് ഹോപ്പ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോവാണ്. കാണാനായിട്ട് ഒത്തിരി ആൾക്കാർ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഫുൾ പാർക്കിംഗ് ഫുള്ളായിരുന്നു. നമുക്ക് നോക്കാം എന്തായിരിക്കും കാണാൻ പറ്റുമെന്ന്. ഞാൻ വിചാരിച്ചതിലും അടിപൊളി വ്യൂ ആയിരുന്നു. ആ ഏരിയ ഫുൾ ആ ബ്ലാക്ക് കളറിൽ കാണുന്ന ഫുൾ സാൽമണാണ്. ഇവർക്ക് ഈ കോർബറ്റ്സ് ഡാം എന്നാണ് ഈ ഒരു സ്ഥലം അറിയപ്പെടുന്നത്. ഈ ഒരു ഡാം, ചെറിയ ഡാം. സോ ഇതിൽ ഫിഷ് ലാഡർ എന്ന് പറഞ്ഞിട്ട് സൈഡിൽ കാണുന്ന ആ സ്ഥലത്ത് കൂടെ ഈ സാൽമൺ ഈ വെള്ളം പോകുന്നതിൻ്റെ എതിരെ ചാടിക്കടന്ന് അപ്പുറത്തേക്ക് പോകും. കടക്കുന്ന കാണാൻ പറ്റും. സോ ഇത് ചാടിക്കടക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഈ വ്യൂ കാണാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ആൾക്കാർ ഇവിടെ വന്നിരിക്കുന്നത്. ഈ സാൽമൻ്റെ ഇവർ കടലിൽ നിന്ന് 2000-3000 കിലോമീറ്റർ വെള്ളം പോകുന്നതിൻ്റെ എതിരെ നീന്തി വന്നിട്ടാണ് ഇവരുടെ എവിടെ ജനിച്ച സ്ഥലത്ത് വന്നിട്ട് മുട്ടയിടുമെന്നാണ് പറയപ്പെടുന്നത്. ആ മുട്ടയിടുന്നതോടുകൂടി ഇവർ ചത്തുപോകും. സോ അപ്പം അങ്ങനെ മുട്ടയിടാനായിട്ട് വരുന്ന മീനുകളാണ്. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നറിയില്ല. ഇത്രയും മീനുകൾ ഒരുമിച്ച് ഇങ്ങനെ ഒരു സ്ഥലത്ത് കാണുമ്പോൾ ഭയങ്കര രസമാണ് കാണാനായിട്ട്. ഈ സൈഡിലായിട്ടൊരു ചത്ത് കിടക്കുന്ന 1-2 മീനുകളെ ഞാൻ കണ്ടു കേട്ടോ. ഇന്നിപ്പോൾ സെപ്റ്റംബർ 20 ഈ സെപ്റ്റംബർ ഒക്ടോബർ സമയത്താണ് ഇവർ മുട്ടയിടാനായിട്ട് ഈ മൈഗ്രേഷൻ നടക്കുക. വേറൊരു രസം എന്ന് പറഞ്ഞാൽ ഈ വെള്ളത്തിൻ്റെ ഹൈറ്റ് കണ്ടോ, നമ്മുടെ കാല് നനയാനുള്ള അത്രയും വെള്ളമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് മീൻ പിടിക്കാനാണെങ്കിൽ ഭയങ്കര ഈസിയാണ്. പക്ഷേ ഇവിടെ ഫിഷിംഗ് റെഗുലേഷനും ലോസൊക്കെ ഉണ്ട്. നമുക്ക് വെറുതെ നാട്ടിലെ പോയി മീൻ പിടിക്കാൻ പറ്റത്തില്ല. അതിൻ്റെ ലൈസൻസ് എടുത്ത് ഫിഷ് ചെയ്യാനൊക്കെ പറ്റത്തുള്ളൂ. പിന്നെ വലയിടാൻ പറ്റത്തില്ല. ചൂണ്ടയിൽ കൊളുത്തുന്ന മീനെ മാത്രം എടുക്കാൻ പറ്റുള്ളൂ. അതും ഒരു ദിവസം പിടിക്കാവുന്ന മീനിന് ലിമിറ്റേഷൻ ഉണ്ട്. അങ്ങനെ കുറേ എന്തൊക്കെയോ റൂൾസ് ഉണ്ട്. അത് നമ്മൾ ഫോളോ ചെയ്തില്ലെങ്കിൽ ഭയങ്കര ഫൈനൊക്കെ ഉണ്ട്. Tak samo i tam dniu. Tam jest taka kwitkowa. അത് ചാടി കയറി പോകാൻ വേണ്ടി നോക്കണമെന്നത്.
ഇനി നമുക്ക് ഈ ഫിഷ് ലാഡറിൻ്റെ മേളിൽ നിന്നുള്ള വ്യൂ നോക്കാം. അവിടെ ജസ്റ്റ് നെറ്റ് ഇട്ടിട്ടേ ഉള്ളൂ. അപ്പോൾ താഴെ കൂടെ നമുക്ക് ഈ മീൻ കയറി വരുന്നത് കാണാനായിട്ട് പറ്റും. ആ വ്യൂ കാണാനായിട്ട് ഞാൻ അതിൻ്റെ ഒപ്പൊക്കെ കയറാൻ പോവാം. ഇങ്ങനെയുള്ള ഹൈറ്റ് വരുമ്പോൾ, ചെറിയ ഹൈറ്റ് ആണെങ്കിലും എനിക്ക് താഴേക്ക് നോക്കുമ്പോൾ വെള്ളം നല്ല ഫ്ലോയിലാണ് ഒഴുകുക. അപ്പോൾ താഴേക്ക് നോക്കുമ്പോൾ എനിക്ക് പേടിയാവുന്നുണ്ട്. ഞാൻ നേരെ നോക്കി നടക്കുള്ളൂ. ഇത്രയും ഫ്ലോയിൽ താഴേക്ക് പോകുന്ന വെള്ളത്തിന് എതിരെയാണ് ഇവർ ചാടി കയറി വരുന്നത്. ആ ചാടി കയറുന്ന കയറ്റത്തിൽ വെള്ളം ഭയങ്കര ഫോഴ്സിലായതുകൊണ്ട് കുറേ എണ്ണം തിരിച്ച് പഴയ ഇതിലേക്ക് ഒഴുകി പോകുന്നുമുണ്ട്. ഫിഷിംഗ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് കാനഡയിൽ ഒരു അടിപൊളി എൻ്റർടൈൻമെൻറ്റ് പരിപാടിയാണ്. ഫിഷിങ്ങിന് പോകാൻ നല്ല പരിപാടിയാണ്. ഒരു അരമുക്കാൽ മണിക്കൂർ ഞങ്ങളെല്ലാം കണ്ടിട്ട് തിരിച്ച് റിട്ടേൺ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് വിത്ത് മീ. ബൈ.
ഇതാ